ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഗ്ലിറ്റർ ട്യൂബ് വെച്ച് ചെയ്യുന്ന ഒരു ഹെയർ ബാൻഡാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്കൊക്കെ ലാസ്റ്റിൽ ഒരു ടിപ്പുണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടിപ്പ് ഞാനിതിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്യാനായിട്ട് ഞാനിതാ ഇതുപോലത്തെ ഗ്ലിറ്റർ ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഒരു ബ്ലൂ കളർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹെയർ ബോ, അത് സാറ്റിൻ കവർ ചെയ്തതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് മെറ്റൽ ബോയ് ആയാലും മതി. പിന്നെ സ്റ്റോൺ ചെയിൻ, പിന്നെ വൈറ്റ് ബീഡും ഹാഫ് ബീഡും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഷേപ്പ് വരച്ചെടുക്കണം ബോയിലേക്ക്. ഞാൻ ഈ ഒരു മോഡലല്ല കേട്ടോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ഷീറ്റിൽ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു ആ ഷേപ്പ്. പിന്നെ എനിക്കത് ശരിയായിട്ട് വന്നില്ല. ഞാനത് കട്ട് ചെയ്തപ്പോഴും സൈസ് ശരിയായില്ല. പിന്നെ എന്തോ എനിക്ക് അതിനോടൊരു ഇഷ്ടം തോന്നിയില്ല. അപ്പോൾ ഞാനത് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ഇതാ ഈ ഒരു ബോയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് വരച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ഞാൻ ആദ്യം കട്ട് ചെയ്ത ഒരു പീസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ആ ഒരു മോഡലിൽ നിന്ന് ചേഞ്ച് ചെയ്തു. അതാണ് ഞാൻ വൈറ്റ് ബീഡ് കാണിച്ചത്. വൈറ്റ് ബീഡ് കുറച്ച് വലിയ ടൈപ്പാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കാണിച്ചത് വേറെയാണ്, പക്ഷേ അത് ഞാൻ ആ ഹെയർ ബോ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു. അപ്പോൾ അതാ ഇതുപോലൊരു ഷേപ്പ് നമുക്ക് കിട്ടി. ഞാൻ പറഞ്ഞില്ലേ ഞാൻ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് എനിക്കെന്തോ ഒരു ഭംഗിയായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാനത് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു പീസും കൂടി ഇതുപോലെ തന്നെ കട്ട് ചെയ്യുക. അപ്പോൾ അതിൽ ആ റൗണ്ട് സർക്കിൾ വരയ്ക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇതുപോലത്തെ 2 സൈസൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ സൈഡിലൊന്ന് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് ഞാൻ B7000 ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് വൈറ്റ് കളർ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കാം. കുറച്ചും കൂടി ഒരു വലിയ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കായിരിക്കും കേട്ടോ നല്ലത്. കാരണം ഞാൻ ഷേപ്പ് കട്ട് ചെയ്തപ്പോൾ ഒന്ന് ചെറുതായി പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ഇത്തിരി വലിയ സൈസ് എടുത്തോളൂ. കാരണം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഹാഫ് ബീഡ് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് സ്പേസ് കുറഞ്ഞ പോലെ തോന്നി എനിക്ക്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് സ്പേസ് കൂട്ടിയിട്ട് കട്ട് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ഇതിൽ കാണുമ്പോൾ കുറച്ച് വലുതായിട്ട് തോന്നും, പക്ഷേ അത്ര വലിപ്പമല്ല കേട്ടോ. അത് വീഡിയോയിൽ തോന്നണതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് വലിപ്പത്തിൽ കട്ട് ചെയ്യുക. ഇനി നമുക്കിത് നന്നായിട്ട് ഒട്ടിക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഗ്ലിറ്റർ ഷീറ്റിൽ നമ്മൾ ഗ്ലൂ വച്ചിട്ട് എന്തെങ്കിലും ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നിന്ന് എടുത്ത് അതിൻ്റെ ഗ്ലിറ്റർ പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്റ്റോണൊക്കെ ഒട്ടിക്കുമ്പോൾ അതൊന്ന് ഉണങ്ങിയിട്ട് നമ്മളത് എടുത്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഗ്ലിറ്റർ പോകും. അതുപോലെ നമ്മുടെ കയ്യിൽ പശ ഉണ്ടെങ്കിൽ ആ പശ ഗ്ലിറ്ററുമേ ആയി കഴിഞ്ഞാൽ കൈ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൈ എടുക്കുമ്പോൾ അവിടത്തെയും ഗ്ലിറ്റർ പോകും. അതുകൊണ്ട് ഗ്ലിറ്റർ ഷീറ്റ് എടുത്ത് നമ്മൾ എന്ത് വർക്ക് ചെയ്യുമ്പോഴും നല്ല പോലെ ശ്രദ്ധിക്കണം. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ. കയ്യിൽ പശയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉള്ളിലൊക്കെ തൊടുമ്പോൾ സൂക്ഷിച്ചിട്ട് ചെയ്യുക. പശ വെച്ച് ചെയ്താൽ ഗ്ലിറ്റർ പോരും. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ അത് ഗ്ലിറ്റർ പോയി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭംഗിയില്ലല്ലോ, പിന്നെ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അതാ സ്റ്റോണൊക്കെ ഫുള്ളായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഹാഫ് ബീഡ് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഹാഫ് ബീഡ് ഒട്ടിക്കുന്നത് ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഒട്ടിക്കുന്നത്. നമ്മുടെ ആ ഒരു ഗ്ലിറ്റർ നമുക്ക് കാണണം പുറത്തേക്ക്. അപ്പോൾ അത് നിങ്ങളത് ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലിറ്റർ ഷീറ്റ് എടുക്കണം എന്നില്ല. നമ്മൾ ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ട് അതിലേക്ക് ഒട്ടിച്ച് കൊടുത്താൽ മതി. പക്ഷേ ഞാനിവിടെ ഗ്ലിറ്റർ എടുത്തത് അതുകൊണ്ടാണ്. അതിൻ്റെ ആ ഒരു ബ്ലൂ കളർ പുറത്തേക്ക് കാണുമ്പോൾ അപ്പോഴാണ് അതിനൊരു ഭംഗി വരിക. ആ ഒരു സ്റ്റോണും വൈറ്റ് ബീഡും ആ ബ്ലൂവും കൂടി കാണും. അപ്പോൾ അതുകൊണ്ടാണ് ഗ്ലിറ്റർ എടുത്തത്. പിന്നെ ഇന്ന് ഒരു സ്റ്റോൺ റെഡിയാക്കുന്ന വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണതാണ്. നമ്മുടെ ബീഡ്സിൻ്റെ ഹെയർ ബാൻഡിൻ്റെയൊക്കെ സെൻറ്ററിൽ വെക്കുന്ന ഒരു സ്റ്റോണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാമെന്നും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അതിനൊരു 12 രൂപ 8 രൂപ അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു പീസ് റേറ്റ് വരുന്നത്. നല്ല റേറ്റുള്ള സാധനമാണ്. അപ്പോൾ അത് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച് തരുന്നുണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മളിതാ ഫുള്ള് ബീഡ് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി അതിൻ്റെ സെൻറ്ററിലേക്കാണ് നമുക്ക് ആ സ്റ്റോൺ ഒട്ടിക്കേണ്ടത്. അപ്പോൾ അത് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ വൈറ്റ് കുറച്ച് വലിയ ബീഡ് എടുക്കണം. ചെറിയ ബീഡ് എടുത്താൽ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതിലേക്ക് നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതുപോലെ ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കുക. ഒരു 3 ബീഡ് ഒട്ടിച്ച് കൊടുക്കണം. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് കിട്ടണം. അപ്പോൾ ഒരു 3 ബീഡ് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ അതിന് ഗ്ലൂ ഗൺ തന്നെ എടുക്കുക കേട്ടോ നല്ലത്. കാരണം നമ്മുടെ B7000 ഒട്ടി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ഗ്ലൂ ഗൺ തന്നെയാണ് നല്ലത്. ഈ ബീഡ്സ് ഒട്ടിക്കാൻ കണ്ടോ ഇതുപോലെ കിട്ടും. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഹെയർ ആക്സസറീസൊക്കെ ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവും. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലും സൈഡിലും ഒട്ടിക്കാനായിട്ട് നമ്മുടെ സ്റ്റോൺ ചെയിൻ ഓരോ പീസൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഒട്ടിക്കാനായിട്ട് നമ്മൾ B7000 ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഒരു പീസ് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ സൈഡിലും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റോൺ റെഡിയായി കിട്ടും. ഇതിന് സ്റ്റോൺ എന്ന് തന്നെയാണ് പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ബോയിലൊക്കെ വയ്ക്കുന്ന സെൻറ്ററിൽ വയ്ക്കുന്ന ഒരു സ്റ്റോണാണ് ഇത്. നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതിന് റേറ്റ് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഓരോ പീസ് വാങ്ങിക്കുന്നതിന് പീസ് റേറ്റ് ആണെന്ന് തോന്നുന്നത്.
അപ്പോൾ അത് നമുക്ക് സുഖമായിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ സൈഡിൽ വെക്കുമ്പോൾ ചെരിച്ച് വെക്കണം, സ്റ്റോൺ മുകളിലേക്ക് കാണുന്ന രീതിയിൽ വെക്കണം. പിന്നെ ഈ സ്റ്റോൺ നമുക്ക് സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടും. അതിനും ഈ പറഞ്ഞ പോലെ പീസ് റേറ്റ് ആണ് വരുന്നത്. അപ്പോൾ അതിന് കുറച്ച് വലിപ്പം കൂടുതലുണ്ടാവും. അപ്പോൾ അത് വെച്ചാൽ നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണും. പക്ഷേ അത് നമുക്ക് റേറ്റ് കൂടുതലാവും. നമ്മൾ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ വീട്ടിൽ ചെയ്യാമെന്നല്ലേ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റോൺ ചെയിനൊക്കെ മതി. അപ്പോൾ ഇനി നമുക്ക് സെൻറ്ററിൽ വെക്കാൻ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച ആ ഒരു ഫെൽറ്റ് ഷീറ്റിന് ഈ ഒരു രീതിയിൽ ഒട്ടിച്ചെടുക്കണം. ശരിക്കും ഇത് ഈ ഒരു ഷേപ്പിലല്ല കറക്റ്റ് കട്ട് ചെയ്യുക കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നില്ല, ഞാൻ വേറൊരു മോഡൽ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അതിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഫസ്റ്റിൽ ഞാൻ വെറുതെ സെൻറ്ററിൽ ആ ഒരു നമ്മളിപ്പോൾ ചെയ്ത് വെച്ച ബീഡ് ഒട്ടിച്ച് കൊടുക്കണമെന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതിലും ഭംഗി ഇത് സെൻറ്ററിൽ വെച്ചിട്ട് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഇത് ഒട്ടിക്കാനായിട്ട് ഞാൻ ഗ്ലൂ ഗൺ തന്നെയാണ് എടുത്തത്. അപ്പോൾ രണ്ടും ഇത് അതുപോലെ സെൻറ്ററിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് ഇനി ആ ഒരു പീസിലേക്ക് ഒട്ടിച്ച് കൊടുക്കണം. നമ്മളൊരു ഡിസൈൻ മനസ്സിൽ കണ്ട് തുടക്കം മുതൽ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ലേ. പക്ഷേ ഞാൻ ചെയ്യാൻ വിചാരിച്ചത് മാറ്റിയിട്ട് പിന്നെ ചെയ്തൊരു മോഡലാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മുടെ കയ്യിലൊരു ഐഡിയ അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ പിന്നെ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ആ ഒരു ഏതാണ് മോഡൽ ഡിസൈൻ എന്നൊക്കെ വരുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ല. എനിക്ക് ഇങ്ങനത്തെ ഒരു ചെറിയ സ്വഭാവമുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് തുടങ്ങും, പക്ഷെ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് മാറ്റി പിന്നെ അത് വേറൊരു രീതിയിലേക്ക് ആക്കി എടുക്കും കേട്ടോ. പക്ഷെ ചെയ്ത് ഫൈനൽ ലുക്ക് വരുമ്പോൾ ഒക്കെ എനിക്ക് ഇഷ്ടമാവാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പല വീഡിയോസിലത് പറഞ്ഞിട്ടുണ്ട്. ചിലതൊന്നും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വരുന്ന ഓരോ മോഡലുകളാണെന്ന്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച സ്റ്റോണും കൂടി ഒട്ടിക്കാൻ കണ്ട. അപ്പോൾ ശരിക്കും നമ്മൾക്ക് ആ സ്റ്റോൺ നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു സ്റ്റോൺ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇനി നമുക്കിത് ഹെയർ ബാൻഡിലേക്ക് ഒട്ടിച്ച് കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ബോർഡ് നടുക്ക് വരുന്നു വിചാരിച്ചിട്ടല്ല കേട്ടോ ഞാൻ ചെയ്ത് തുടങ്ങിയത്. അല്ലെങ്കിൽ എനിക്കത് ഹാഫ് ബീഡ് സെൻറ്ററിൽ ഒട്ടിച്ച് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ശരിക്കും. പക്ഷേ നമ്മളത് ചിന്തിക്കാത്തൊരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് സെൻറ്ററിൽ ഒട്ടിച്ച് പോയത്. ഇനി നമുക്ക് നമ്മൾ വെച്ച ബോയിലേക്ക് ഇതുപോലെ സ്റ്റോണും കൂടി ഒട്ടിച്ച് കൊടുക്കാം. അപ്പോഴാണിത് കുറച്ചും കൂടി ഒരു ഭംഗി. ഇനി നിങ്ങൾക്ക് സ്റ്റോൺ ഒട്ടിക്കാണ്ട് പ്ലെയിൻ ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതും ഭംഗി കുറവൊന്നുമില്ല. കുറച്ചും കൂടിയും ഒരു ഹെവി ആയിട്ട് ലുക്ക് കിട്ടാനായിട്ട് നമ്മൾ സ്റ്റോണും കൂടി ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ രണ്ട് സൈഡിലും നമുക്ക് സ്റ്റോൺ ഒട്ടിക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്കിനിത് ഹെയർ ബാൻഡിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിനൊക്കെ ഞാൻ ഗ്ലൂ ഗണ്ണാണ് എടുത്തിരിക്കുന്നത്. കാരണം ഫെൽറ്റ് ഷീറ്റ് ഒട്ടിക്കാൻ എളുപ്പം ഗ്ലൂ ഗണ്ണാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിലൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അതിന് ശേഷം സൈഡിലോ അതോ സെൻറ്ററിലോ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം. അപ്പോൾ അത് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഹെയർ ബാൻഡ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് ആരും. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ഞാൻ ചാനലിൽ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഹെയർ ആക്സസറീസിൻ്റെയും അതുപോലെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെയും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് ഒരു പീസ് നമ്മൾ ഫോം ഷീറ്റാണ് കേട്ടോ ഞാൻ എടുത്തത്. ഇത് ഫെൽറ്റ് ഷീറ്റല്ല, ഫോം ഷീറ്റാണ്. അപ്പോൾ അതിന് കറക്റ്റ് കളർ കിട്ടിയത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഫോം ഷീറ്റ് എടുത്തത്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കിലൊന്ന് നമുക്ക് ഈ ഒരു പീസ് ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ എല്ലാ ഹെയർ ബാൻഡിൻ്റെയും ബാക്കിൽ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്കത് ഉറപ്പായി പിന്നെ പേടിക്കേണ്ട കാര്യമില്ല വിട്ടു പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു പീസ് നമ്മൾ എപ്പോഴും ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഹെയർ ബാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതാരും. അപ്പോൾ ഇനി പുതിയൊരു ഐറ്റമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.